എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ 50 ചോദ്യങ്ങളുമായാണ് ഈ സെഷൻ ആരംഭിക്കുന്നത്. ഇതിലെ റിട്ടുകളെ കുറിച്ചും മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്. നോക്കാം ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പത്രസ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 19(1)(a) ആണ്. പത്രസ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 19(1)(a) ആണ്. എന്നാൽ 19(1) ഏതാണ്? 19(1) 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് എന്ത്? 19(1) എന്ന് പറയുന്നത്. 19(1) എന്താണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 19(1) എന്ന് പറയുന്ന സ്വാതന്ത്ര്യം, അല്ലെ? എന്നാല് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ തന്നെ രാഷ്ട്രപതിയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ സ്വാഭാവികമായും റദ്ദ് ചെയ്യുന്ന മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന എവിടെയാണ്? അനുച്ഛേദം 19-ലാണ്, അല്ലെ? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് നമുക്കുള്ളത്. ആ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന എവിടെയാണ്? 19(1)-ലാണ്. ഇനി പത്രസ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പാണേത്? അനുച്ഛേദം 19(1)(a) എന്ന് പറയുന്നത്. അനുച്ഛേദം 19(1)(a) എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന എന്താണ്? ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന എന്താണ്? പത്രമാധ്യമങ്ങൾ. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന എന്താണ്? പത്രമാധ്യമങ്ങൾ, അല്ലെ? ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? എഡ്മണ്ട് ബുർക്കാണ്. എഡ്മണ്ട് ബുർക്കാണ് പത്രസ്വാതന്ത്ര്യം, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ഉപയോഗിച്ച ആരാണ്? എഡ്മണ്ട് ബുർക്കാണ്. അടുത്തത്, ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? അനുച്ഛേദം 21-ലാണ്. അനുച്ഛേദം 21-ലാണ്. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളുടെ അടിത്തറയെന്നറിയപ്പെടുന്ന എന്താണ്? 21-ആണ്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആരാണ്? അനുച്ഛേദം 21 തന്നെയാണ്. ഓക്കെ. അതുപോലെ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് 21-ാം അനുച്ഛേദം അനുസരിച്ചിട്ടാണ്. 21 അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? പൊതുസ്ഥലങ്ങളിൽ പുകവലി കേരള ഹൈക്കോടതി നിരോധിച്ചത്. ഓക്കെ. ഇനി മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ്. ആർക്കാണ്? പാർലമെന്റിനാണ്. ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെന്റിനാണ്. അടുത്തത്, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21(a) ആണ്. അനുച്ഛേദം 21(a) ആണ്. ഓക്കെ. ഇവിടെ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത മൗലികാവകാശങ്ങളുണ്ട്. അതാരൊക്കെയാണ്? അതാണ് 20ഉം 21ഉം. അതായത് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത മൗലികാവകാശമാണ് 20, 21. ഓക്കെ അല്ലോ. നെക്സ്റ്റ്, 21(a) എന്ന് പറയുമ്പോൾ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയതാണ് ഏത്? 21(a)യിൽ. ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? 86-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ്. 86-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയത്. അത് ആർട്ടിക്കിൾ 21(a) ആണെന്നാണ് പറയുന്നത്. ഏത് ബില്ലാണ്? 93-ാം ഭേദഗതി ബിൽ. ഓക്കെ അല്ലോ. എന്നാൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന എന്നാണ്? 2010 ഏപ്രിൽ 1-ലാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 23-ആണ്. അടിമത്തം 23-ആണ്. ബാലവേല നിരോധിക്കുന്നതോ? അനുച്ഛേദം 24-ആണ്. ഓക്കെ. ബാലവേല, ചൈൽഡ് ലേബർ നിരോധിക്കുന്നത് അനുച്ഛേദം 24-ആണ്. ഇനി ഇവിടെ ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര എന്താണ്? ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര എന്താണ്? റെഗ്മാർക്ക്. റെഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഗുഡ് വിൽ.
ഇനി ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്ന എന്നാണ്? ജൂൺ 12 ഓക്കെ. നെക്സ്റ്റ്, ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടന ഏതാണ്? ബച്പൻ ബച്ചാവോ ആന്തോളൻ. പേരിലുണ്ട് ബച്പൻ ബച്ചാവോ ആന്തോളൻ. സംഘടനയുടെ പേരാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ആരാണ്? കൈലാഷ് സത്യാർത്ഥി. സംഘടന ഏതാണ്? ബച്പൻ ബച്ചാവോ ആന്തോളൻ. ഇനി അദ്ദേഹം കൈലാഷ് സത്യാർത്ഥി ചിൽഡ്രൻസ് ഫൗണ്ടേഷൻ സംഘടനയോട് എന്ത് ചെയ്തിട്ടുണ്ട്? ഭാരതയാത്ര നടത്തിയിട്ടുണ്ട്. കൈലാഷ് സത്യാർത്ഥി ചിൽഡ്രൻസ് ഫൗണ്ടേഷൻ KSCF എന്ന് പറയും. ആ സംഘടനയാണ് എന്ത് നടത്തുക? ഭാരതയാത്ര നടത്തിയിട്ടുണ്ട്. അതായത് 2017 സെപ്റ്റംബർ 11 മുതൽ ഒക്ടോബർ 16 വരെ അദ്ദേഹം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എന്ത് ചെയ്തു? റോഡ് മാർഗം ഭാരതയാത്ര നടത്തിയിട്ടുണ്ട്. ആ സംഘടന ഏതാണ്? KSCF എന്ന് പറയും. കൈലാഷ് സത്യാർത്ഥി ചിൽഡ്രൻസ് ഫൗണ്ടേഷൻ എന്നാണ് സംഘടനയുടെ പേര്. അദ്ദേഹത്തെ പറ്റി അത്രയും പറയാം. ഓക്കെ. ബാലവേലയ്ക്ക് പറയുമ്പോഴത്തേക്കിന് കൈലാഷ് സത്യാർത്ഥി, സംഘടന ഏതാണ്? ബച്പൻ ബച്ചാവോ ആന്തോളൻ കേട്ടോ. നെക്സ്റ്റ്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം ഏതാണ്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം ഏതാണ്? ഓക്കെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമാണത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി എന്താണുള്ളത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. അനുച്ഛേദം 29-30 സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ്? 29 അനുച്ഛേദമാണത്. 29 അനുച്ഛേദം. താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് 29 അനുച്ഛേദം. അടുത്തത്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടന ഏതാണ്? 30 അനുച്ഛേദം അനുസരിച്ചിട്ടാണ് പറയുന്നത്. 30 അനുച്ഛേദം അനുസരിച്ചിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ്, റിട്ടുകളെ കുറിച്ചാണ്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് പറയുന്ന പേരെന്താണ്? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിന് പറയുന്ന പേരെന്താണ്? കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് പറയുന്ന പേരെന്താണ്? റിട്ടുകൾ എന്നാണ് പറയുക. ഉത്തരവിന് പറയുന്ന പേരെന്താണ്? റിട്ടുകൾ എന്നാണ് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? ആൻസർ 32 അനുച്ഛേദം. നെക്സ്റ്റ്, ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏതനുസരിച്ചിട്ടാണ്? 226 അനുച്ഛേദം. ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 226 ഹൈക്കോടതി ആണെങ്കിൽ 32 സുപ്രീം കോടതി. സുപ്രീം കോടതി 32 ആണെങ്കിൽ ഹൈക്കോടതി 226 ആണ് എന്ന് ഓർത്തിരിക്കുക. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏതനുച്ഛേദത്തെയാണ്? 32 അനുച്ഛേദത്തെയാണ്. ഇനി 32 അനുച്ഛേദത്തെയാണ് വിശേഷിപ്പിച്ചത്. അംബേദ്കർ എന്ത് പറഞ്ഞു? ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നാണ് വിശേഷിപ്പിച്ചേക്കുന്നത്. അടുത്തത്, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആരെന്തിനെയാണ്? ആമുഖത്തെ. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത്, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകനാണ് ഹേബിയസ് കോർപ്പസ്. അടുത്തത്, നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന് പറയുന്നത് എന്താണ്? ഹേബിയസ് കോർപ്പസ്. അടുത്തത്, നാം കൽപ്പിക്കുന്നു എന്ന് പറയുന്ന റിട്ട് ഏതാണ്? മാൻഡമസ്. നാം കൽപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? മാൻഡമസ്. അടുത്തത്, ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നുള്ള റിട്ട് എന്താണ്? കോ വാറന്റോ എന്ന് പറയും. അടുത്തത്, നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ റിട്ടുകൾ ഏതൊക്കെയുണ്ട്? ഹേബിയസ് കോർപ്പസ്, അല്ലെ, മാൻഡമസ്, കോ വാറന്റോ, പ്രൊഹിബിഷൻ, സർഷ്യേറ്ററി ഉണ്ട്. ഓക്കെ. സർഷ്യേറ്ററി പറയുമ്പോൾ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഇത് സർഷ്യേറ്ററി എന്ന് പറഞ്ഞാൽ. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സർഷ്യേറ്ററി. ഓക്കെ. അപ്പൊ എന്താണ്? നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം, ഹേബിയസ് കോർപ്പസ് ആണ്. നാം കൽപ്പിക്കുന്നു, മാൻഡമസ് ആണ്. ഒരു വ്യക്തി അയാൾക്ക് അർഹമില്ലാത്ത ഉദ്യോഗം തടയുന്ന, അല്ലെ, അത് തടയുന്നതാണ് കോ വാറന്റോ. അതുപോലെ നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ്
പ്രൊഹിബിഷൻ. അടുത്തത് ഒരു കേസ് കീഴ്ക്കോടതി അല്ലെ, കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്ത് സേഷ്യേറ്റഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇവിടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് ഏതായിരുന്നു? കോ വാറന്റ്. കോ വാറന്റ് എന്ന പദത്തിന് അർത്ഥം എന്താണ്? എന്തധികാരം എന്നാണ് അതിനർത്ഥം. എന്തധികാരം അല്ലെ. അപ്പൊ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട റിട്ട് വരുന്നത് എന്തായിരുന്നു? കോ വാറന്റ് ആയിരുന്നു. നെക്സ്റ്റ് നിർദ്ദേശ തത്വങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്ന എന്താണ്? നിർദ്ദേശ തത്വങ്ങൾ അല്ലെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയും. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് എന്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശ തത്വങ്ങൾ വരുന്നത് അല്ലെ. ആർട്ടിക്കിൾ 36 മുതൽ 51, 36 മുതൽ 51 വരെയാണ് ഏത് വരിക? നിർദ്ദേശ തത്വങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുന്നതിന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നും പറയുന്നത്. ഇനി ഒന്ന്, ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്ന എന്താണ്? നിർദ്ദേശ തത്വങ്ങളാണ്. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദ്യ രാജ്യം സ്പെയിനാണ് അല്ലെ. ഏത്? നിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം ആരാണ്? സ്പെയിനാണ്. അതുപോലെ നിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന ഇവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഇവിടെ നിർദ്ദേശ തത്വങ്ങൾ ഉണ്ട് കേട്ടോ, ഇവിടെ നിർദ്ദേശ തത്വങ്ങൾ. ഓക്കെ, അപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്താണ്? നിർദ്ദേശ തത്വങ്ങളാണ്. നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടന ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം സ്പെയിനാണ്. നിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന ഇവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് അല്ലെ. സ്പെയിന്, അയർലൻഡ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ്? 4-ാം ഭാഗം. ഏത് ഭാഗമാണ്? 4-ാം ഭാഗമാണ്. അതുപോലെ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? 4-ാം ഭാഗം ആണ്. ഏതാണ്? 4-ാം ഭാഗം തന്നെയാണ്. നെക്സ്റ്റ്, ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ജനങ്ങളുടെയും ക്ഷേമ ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് എന്ത്? ക്ഷേമരാഷ്ട്രം അല്ലെ. അപ്പൊ ജനങ്ങളുടെ സംരക്ഷണവും സേവനവും പൊതുവിഭവങ്ങളുടെ വിതരണവും വിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും ഒക്കെ എവിടെ വരുന്നുണ്ട്? ക്ഷേമരാഷ്ട്രം ലക്ഷ്യമാക്കി പറയുമ്പോൾ വരുന്ന കാര്യങ്ങളാണ് അല്ലെ. ഈ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ വരുന്ന ഏത് ഭാഗത്താണ്? 4-ാം ഭാഗം. ഓക്കെ, ഓർത്തിരിക്കാൻ. 4-ാം ഭാഗമാണ് ക്ഷേമരാഷ്ട്രങ്ങൾ വരുന്ന ഭാഗം. 4-ാം ഭാഗമാണ്. ഈ ക്ഷേമരാഷ്ട്രം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത്? ജനങ്ങളുടെ സംരക്ഷണവും സേവനവും പൊതുവിഭവങ്ങളുടെ സംരക്ഷണം, വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എല്ലാം വരുന്നത് എന്താണ്? ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞ സങ്കല്പമാണ്. ക്ഷേമരാഷ്ട്രം എന്ന ലക്ഷ്യമാണ്. ഓക്കെ, അതെവിടെയാണ് വരിക? 4-ാം ഭാഗത്താണ് വരിക. ഓക്കെ, അടുത്തത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 40 ആണ്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 40 ആണ്. ഗ്രാമപഞ്ചായത്തുകളുടെ ഏതാണ് രൂപീകരണത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? അനുച്ഛേദം 40. അത് മുൻപ് തന്നെ ഇവിടെ ക്ഷേമരാഷ്ട്രങ്ങൾ 4-ാം ഭാഗം എന്ന് പറഞ്ഞല്ലോ അല്ലെ. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ എന്നിങ്ങനെ തിരിച്ചത് എന്തിനെയായിരുന്നു? നിർദ്ദേശ തത്വങ്ങളെയാണ്. ഗാന്ധിയൻ എന്നും സോഷ്യലിസ്റ്റ് എന്നും ലിബറൽ എന്നൊക്കെ തരംതിരിച്ചേക്കുന്ന എന്തിനെയാണ്? നിർദ്ദേശ തത്വങ്ങളെയാണ് തിരിച്ചേക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ മാനിഫെസ്റ്റോ, രാഷ്ട്രത്തിന്റെ എന്താണ്? മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന എന്താണ്? രാഷ്ട്രത്തിന്റെ മാനിഫെസ്റ്റോ ആരാണ്? നിർദ്ദേശ തത്വങ്ങളാണ്. മാനിഫെസ്റ്റോ ആരാണ്? നിർദ്ദേശക തത്വങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇനി പോട്ടെ. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 40 ആണ്. ഓക്കെ, ഇനി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 44-ാം വകുപ്പാണ്. നെക്സ്റ്റ്, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 45 അനുസരിച്ചിട്ടാണ്. അനുച്ഛേദം 45 ആണ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് എന്താണ്? അനുച്ഛേദം 45 ആണ്. ഓക്കെ, മൃഗസംരക്ഷണം, ഗോവധ നിരോധനം എന്ന് പറയുന്നത് എന്താണ്? അനുച്ഛേദം 48 ആണ്.
അതുപോലെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പാണത് 48A. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 48A. അത് ക്വസ്റ്റ്യൻ ഒന്ന് ഇമ്പോർട്ടൻ്റ് നോക്കി വെച്ചേക്കണം, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. നെക്സ്റ്റ് മൗലിക കടമകൾ എന്ന് പറയും അല്ലെ. മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ 51A അല്ലെ, മൗലിക കടമകൾ വരുന്നവിടെയാണ്. മൗലിക കടമകൾ ഭരണഘടന ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി അല്ലെ. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് അത് വരുന്നത്? 4A വരിക. 4A വരിക. മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ശരിക്കും എവിടെയാണ്? ആർട്ടിക്കിൾ 51A എന്ന് ഓർത്തിരിക്കണം. മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 51A ആണ് അല്ലെ. ഇവിടെ മൗലിക കടമകൾ ഭരണഘടന ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. വർഷം ഏതാണ്? 1976 അല്ലെ. 1976 എന്നാണ് പറയുക. ഇനി ഏത് ഭാഗത്താണത്? 4A അല്ലെ. 4A ഇത് വരിക. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 51A. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഇവിടെ ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? സൊറൻ സിംഗ് കമ്മിറ്റി. ഇനി ഏത് രാജ്യത്തെ അനുകരിച്ചാണ് ഇന്ത്യൻ ഭരണഘടന മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്? ഏത് രാജ്യത്തെ അനുകരിച്ചിട്ടാണ്? റഷ്യ. മൗലിക കടമകൾ വരുന്ന എവിടെയാണ്? റഷ്യ, USSR. അതുപോലെ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി 1976 എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എത്രയാണ്? 10 മൗലിക കടമകൾ അല്ലെ. ഇപ്പോൾ എത്രയുണ്ട്? 11 മൗലിക കടമകൾ. ഇനി 11ാമത്തെ മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത് ഏത് ഭേദഗതി വഴിയാണ്? 86ാം ഭേദഗതി. 2002 86ാം ഭേദഗതിയാണ്. 11ാമത്തത് 86ാം ഭേദഗതി വഴി 2002. ആകെ എത്രയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്? 76ൽ 10 മൗലിക കടമകളുണ്ട്, ഇപ്പോൾ 11 ഉണ്ട് അല്ലെ. അത് 86ാം ഭേദഗതി വഴിയാണ് വന്നേക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ. നെക്സ്റ്റ് പാർട്ടുമായിട്ട് വേഗം വരുന്നതായിരിക്കും. താങ്ക് യു.